ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു എഡ്യൂപാർട്ട്. മക്കളെ, നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളെ ഫെബ്രുവരി 1 കെമിസ്ട്രി ഈവനിങ് ഷിഫ്റ്റ് ആണ്. ഓക്കെ, ഫെബ്രുവരി 1 കെമിസ്ട്രിൻ്റെ ഈവനിങ് ഷിഫ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ടോട്ടൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡാറ്റാ വൈസ് അവൈലബിൾ ആയത് 26 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഓർഗാനിക് 7 ക്വസ്റ്റ്യൻസും ഇനോർഗാനിക്കും ഫിസിക്കലും ആണ് കമ്പാരിറ്റീവ്ലി കുറവ്. ഷിഫ്റ്റ് 1 നമ്മൾ പറഞ്ഞ സമയത്ത് അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏതാണ് കൂടുതൽ ഏതാണ് കുറവ്. ഇവിടെ ഓർഗാനിക് 7 ക്വസ്റ്റ്യൻസും ഇനോർഗാനിക് 9, ഫിസിക്കൽ 9 ആൻഡ് 1 ക്വസ്റ്റ്യൻ ഫ്രം അനലിറ്റിക്കൽ കെമിസ്ട്രി. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ്റെ ഏകദേശ കൗണ്ടിങ്. ഓക്കെ, സോ നമുക്ക് പോവാം, ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ്. എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? നമ്പർ ഓഫ് റേഡിയൽ നോഡ് പ്രസന്റ് ഇൻ 3p. റേഡിയൽ നോഡ് എങ്ങനെയാണ് കാണാം? റേഡിയൽ നോഡ് n-l-1. ഓക്കെ, ആംഗുലാർ നോഡ് എൽ വാല്യൂ, ടോട്ടൽ നോഡ് n-1. ഇതല്ലേ 3 ഇക്വേഷൻസ്? ടോട്ടൽ നോഡ്, ആംഗുലാർ നോഡ്, റേഡിയൽ നോഡ്. അപ്പോൾ ഇവിടെ റേഡിയൽ നോഡാണ് ചോദിച്ചത്. റേഡിയൽ നോഡാണെങ്കിൽ n-l-1, ദാറ്റ് ഈസ് 1. സോ ഓപ്ഷൻ 2 ക്ലിയർ അല്ലേ? നമ്പർ 2, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ഹാസ് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്? H2O NH3 എത്തനോൾ, ഈ 3 ഇൻ്റർ ആണ്. പക്ഷെ ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ ഈ ഓക്സിജനും ഈ ഹൈഡ്രജനും തമ്മിൽ ഇങ്ങനെ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കും. ഏതാണിത്? ഓർത്തോ നൈട്രോഫിനോള്, സാലിസിലാൽഡിഹൈഡ്, സാലിസിലിക് ആസിഡിലൊക്കെ എന്താണ്? ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. സോ ഓപ്ഷൻ 2 ഈസ് കറക്റ്റ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ഹയസ്റ്റ് തേർഡ് അയോണൈസേഷൻ എൻതാൽപ്പി? തേർഡ് അയണൈസേഷൻ എൻതാൽപ്പി ഹയസ്റ്റ് ആവണം. അങ്ങനെയാണെങ്കിൽ താഴെ തന്നതിൽ ഏതിനാണ് 2+ കോൺഫിഗറേഷൻ സ്റ്റേബിൾ എന്നാണ് ചോദിച്ചത്. ഹയസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഇൻഡിക്കേറ്റ് ഫ്രം റിമൂവൽ ഓഫ് ഇലക്ട്രോൺ ഫ്രം സ്റ്റേബിൾ. അപ്പൊ തേർഡ് അയണൈസേഷൻ എൻതാൽപ്പി ഹയസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഈ തന്നതിൽ ഏതോ ഒരാൾക്ക് M2+ സ്റ്റേബിൾ ആണ്. ആ സെക്കൻഡ് M2+ സ്റ്റേബിൾ ആണെങ്കിൽ അതിൽ നിന്ന് മൂന്നാമത്തെ ഇലക്ട്രോൺ പോകല് ഡിഫിക്കൽട്ട് അല്ലേ? ഇതിൽ ആർക്കാണ് M2+ സ്റ്റേബിൾ? ദാറ്റ് ഈസ് നോ അതർ ഓപ്ഷൻ ദെൻ Mn2+. Mn2+ ഈസ് 3d5, ഹാഫ് ഫിൽഡ് ആണ്. വേറെ ആർക്കും അങ്ങനെ ഒരു പ്രോബ്ലംസ് ഇല്ല. ദ നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ഹാസ് കളർ ഡ്യൂ ടു DD ട്രാൻസിഷൻ? DD ട്രാൻസിഷൻ വേ കളർ. ഇതേ ക്വസ്റ്റ്യൻ വേറൊരു സ്റ്റൈലിൽ ചോദിച്ചു പ്രീവിയസ് ഷിഫ്റ്റിൽ. അതായത് KMnO4ന്റെ കളറിന് കാരണം ചോദിച്ചു. KMnO4ന്റെ കളറിന് കാരണം എന്താ? KMnO4ന്റെ കളറിന് കാരണം LMCT ആണ്. K2Cr2O7 ആണെങ്കിലോ LMCT ആണ്. K2CrO4 ആണെങ്കിലോ LMCT ആണ്. കാരണം ഇവരൊക്കെ D0 കോൺഫിഗറേഷനുള്ള ആളുകളാണ്. ഇവരൊക്കെ D0 ആണ്, പക്ഷെ കളേർഡ് ആണ്. D0 കളേർഡ് ഈസ് ഡ്യൂ ടു LMCT. ഈ 3 ടീമും കളേർഡ് ആണ്, റീസൺ LMCT. അപ്പോൾ ഇവിടെ DD ട്രാൻസിഷൻ വേ കളർ ഉണ്ടായത് ആർക്ക് മാത്രം? ദാറ്റ് ഈസ് ഓൺലി കോപ്പർ സൾഫേറ്റ് .5H2O, ബ്ലൂ കളർ ഡ്യൂ ടു DD ട്രാൻസിഷൻ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ, solubility of calcium phosphate. Solubility of calcium phosphate in 100 ml തന്നിട്ടുണ്ട്. W ഗ്രാം ആണ്, അതാണ് പ്രശ്നം. W ഗ്രാം ആണ്. നമ്മൾ പഠിക്കുന്ന സൊലുബിലിറ്റി ഈസ് മോളാർ സൊലുബിലിറ്റി ആണ്. നമ്മളെ സൊലുബിലിറ്റി എന്ന് പറഞ്ഞാൽ മോൾ പെർ ലിറ്റർ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 100 ഗ്രാമിന് നമ്മൾ ആദ്യം എന്താക്കണം? 1 ലിറ്ററിലേക്ക് മാറ്റണം. 100 ഗ്രാമിനെ ലിറ്ററിലോട്ട് മാറ്റിയിട്ട് എന്ത് ചെയ്യണം? ബൈ മോളാർ മാസ് ചെയ്യണം. 100 ഗ്രാമിനെ ലിറ്ററിലോട്ട് മാറ്റാൻ 10W ബൈ മോളാർ മാസ്. ഇപ്പം സൊല്യൂബിലിറ്റി കിട്ടി. 100 ഗ്രാം 1 ലിറ്ററിലേക്ക് മാറ്റി 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ബൈ മോളാർ മാസ്, ദാറ്റ് ഇസ് സൊല്യൂബിലിറ്റി. ഇനി നോക്കി, CA3PO4 ട്വൈസ് ആണ് നമ്മളെ സാൾട്ട്. CA3PO4 ട്വൈസ് എന്ന് പറഞ്ഞാൽ ഏതാ ടൈപ്പ്? A3B2.
A3B2 ആണെങ്കിൽ KSP എന്താടാ 3 raised to 3 into 2 raised to 2 into S raised to 3 plus 2. That is 108 S raised to 5. Here KSP is equal to 108 S raised to 5. Clear അല്ലേ? ഇപ്പം നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. So here 108 into S എത്രയാ 10 W by M 10W by M whole raised to 5. ഇപ്പം എന്ത് കിട്ടിയുടെ ആൻസർ 108 into 10 raised to 5 divided by W by M whole raised to M. That is option C is direct. നമ്മൾ നോക്കി ചിരിക്കുന്നില്ലേ? നോക്കടോ, നമുക്ക് നേരെ ഈ ആൻസർ ഉണ്ട്. സോ ഹിയർ ഓപ്ഷൻ സി ഈസ് കറക്റ്റ് ആൻസർ. നോ അതർ കൺഫ്യൂഷൻസ്. ഡയറക്റ്റ് ആണ്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ് ഓഫ് എലമെന്റ് ക്യാൻ ഡിറ്റക്റ്റഡ് ബൈ ലസേനിയസ് ടെസ്റ്റ് ആണ്. ഈ ലസേനിയസ് ടെസ്റ്റ് ഏതൊക്കെ എലമെന്റ്സിനാണോ NCERT എടുത്ത് നോക്കിയേ. ലസേനിയസ് എക്സ്ട്രാക്ട് കഴിഞ്ഞിട്ട് അങ്ങനെ 3 എണ്ണം അങ്ങനെ എണ്ണി പറയുന്ന ആൾക്കാർ. ഒന്ന് നൈട്രജൻ, നമ്പർ 2 നൈട്രജൻ കഴിഞ്ഞിട്ട് സൾഫർ, ഹാലോജൻസ്, ഫോസ്ഫറസ്. 4 പേർക്കാണ് ലസേനിയസ് ടെസ്റ്റ് ഉള്ളത്. നൈട്രജൻ, സൾഫർ, ഹാലോജൻ, ഫോസ്ഫറസ്. സോ ഹിയർ വിച്ച് ഓപ്ഷൻ ഈസ് കറക്റ്റ്? ഓപ്ഷൻ 4. റൈറ്റ്. നെക്സ്റ്റ് വൺ, which of the following compound in 3D series does not show +3 oxidation state? 3Dയിൽ +2 കാണിക്കാത്തത് സ്കാൻഡിയവും +3 കാണിക്കാത്തത് 2 ആൾക്കാരും ഉണ്ടായിരുന്നു. ആരാ +3 കാണിക്കാത്ത 2 ആൾക്കാർ? ഒന്ന് സിങ്ക്, 2 കോപ്പർ. സിങ്കും കോപ്പറിനും +3 ഇല്ല, സ്കാൻഡിയത്തിന് +2 ഇല്ല. അപ്പോൾ സിങ്കും കോപ്പറും ആണ് +3 കാണിക്കാത്ത 2 ട്രാൻസിഷൻ മെറ്റൽ. സോ കോപ്പർ മാത്രമാണ് ഇവിടെ ഓപ്ഷൻസിലുള്ളത്. സോ ഹിയർ ദ ആൻസർ ഈസ് കോപ്പർ. +1 കാണിക്കുന്ന ആര് മാത്രമാണ്? കോപ്പർ. +2 ഇല്ലാത്തത് സ്കാൻഡിയം, +3 ഇല്ലാത്തത് സിങ്കും കോപ്പറും, +1 ഉള്ളത് ഓൺലി കോപ്പർ. സോ ആ ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോകണം കേട്ടോ. അപ്പോൾ കോപ്പറിന് ഏത് മാത്രമേ ഉള്ളൂ? +1ഉം +2ഉം കോപ്പറിനുള്ളത് കേട്ടോ. What is the order of reducing character? What is the order of reducing character for ASH3, NH3, PH3? ഈ 3 എണ്ണത്തിൽ റെഡ്യൂസിങ് ക്യാരക്ടറിന്റെ ഓർഡർ. റെഡ്യൂസിങ് ക്യാരക്ടർ എങ്ങനെയാ? ഡൗൺ ദ ഗ്രൂപ്പ്. സെയിം ക്വസ്റ്റ്യൻസ് നമ്മൾ ഷിഫ്റ്റ് 1ലും വായിച്ചിട്ടുണ്ടായിരുന്നു. ഡൗൺ ദ ഗ്രൂപ്പ് ലെങ്ത് കൂടും, സ്ട്രെങ്ത് കുറയും, റെഡ്യൂസിങ് ക്യാരക്ടർ കൂടും. ഓക്കെ, ഏറ്റവും താഴെയുള്ള ആളാണ് ഏറ്റവും നല്ല റെഡ്യൂസിങ് ഏജന്റ്. സോ ASH3, PH3, NH3 ഡൗൺ ദ ഗ്രൂപ്പ് പോകുമ്പോൾ ബോണ്ട് ലെങ്ത് കൂടൂടാ. ബോണ്ട് ലെങ്ത് കൂടുമ്പോൾ ബോണ്ടിന്റെ സ്ട്രെങ്ത് കുറയും. ബോണ്ടിന്റെ സ്ട്രെങ്ത് കുറയുമ്പം ഹൈഡ്രജനെ കൊടുക്കാനുള്ള ടെൻഡൻസി കൂടും. ഓക്കെ, ഹൈഡ്രജനെ കൊടുക്കുന്ന ആൾക്കാരല്ലേ നല്ല റെഡ്യൂസിങ് ഏജൻസ്. റൈറ്റ്. നെക്സ്റ്റ് വൺ, ഹയസ്റ്റ് ബോയിലിംഗ് പോയിന്റ്. ഹയസ്റ്റ് ബോയിലിംഗ് പോയിന്റ് ഇവിടെ ആരൊക്കെയാണ്? ആൽക്കഹോൾസ് ഉണ്ട്, ആൽഡിഹൈഡ്സ് ഉണ്ട്. നമുക്കറിയാം, ഓർഡർ ഞാൻ ഫുള്ളി പറയുന്നില്ല, ഇവിടെയുള്ള ആൾക്കാർ ഓർഡർ മാത്രം ഞാൻ പറയാം. ആൽക്കഹോൾ കഴിഞ്ഞാൽ ആൽക്കഹോളിൽ ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. ഹയസ്റ്റ് ബോയിലിംഗ് പോയിന്റ് ആൽക്കഹോൾ. ആൽക്കഹോൾ കഴിഞ്ഞാൽ ആൽഡിഹൈഡ്. ആൽഡിഹൈഡ് കഴിഞ്ഞാൽ പിന്നെ ഈതർ കഴിഞ്ഞാൽ പിന്നെ ഹൈഡ്രോ കാർബൺ. ദിസ് ഈസ് ദ ഓർഡർ. ആൽക്കഹോൾ, ആൽഡിഹൈഡ്, ഈതർ, ഹൈഡ്രോ കാർബൺസ്. ഓക്കെ, ഹയസ്റ്റ് ബോയിലിംഗ് പോയിന്റ് ആർക്കായിരിക്കും? ദാറ്റ്സ് ഫോർ ആൽക്കഹോൾ. ബ്യൂട്ടനോളിനാണ് ഹയസ്റ്റ് ബോയിലിംഗ് പോയിന്റ്. ഓക്കെ, ഓവറോൾ ഓർഡർ ഞാൻ പറയുന്നില്ല, ജസ്റ്റ് ഇവിടെ തന്ന 4 ആളുകൾ സെറ്റാക്കി. ആൽക്കഹോളിൽ ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്, ആൽഡിഹൈഡ്സിൽ ഡൈപോൾ ഇന്ററാക്ഷൻസ് ഉണ്ട്, ഈത്തറിൽ വാണ്ടർവാൾ ഫോഴ്സിൽ വീക്കസ്റ്റ് ഫോഴ്സ് ആണ്, ഹൈഡ്രോ കാർബൺസിലും വീക്കസ്റ്റ് ഫോഴ്സ് ആയിട്ടുള്ള ഡിസ്പേർഷൻ ഫോഴ്സ് ആണുള്ളത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, കൺസിഡർ the following 2 statements. Pi 2p bonding molecular orbitals have 2 electron.
orbital has low electron density above and below internuclear axis. ഓക്കെ, ആക്ച്വലി ഞാൻ ഇങ്ങോട്ട് എഴുതുന്നുണ്ട് കേട്ടോ. അത് നമ്മളിത് എങ്ങനെയാണ് വരക്കാറുള്ളത്? ഒരു 2 പൈ ഓർബിറ്റൽ കമ്പൈൻ ചെയ്യുമ്പോൾ ബി എം ഒയും എ എം ഒയും, ബി എം ഒ ഉണ്ടാകുന്നത് എങ്ങനെ? ബി എം ഒ ഉണ്ടാകുമ്പം ഇത് പോസിറ്റീവ് പോസിറ്റീവ്, ഇത് നെഗറ്റീവ് നെഗറ്റീവ്. ഈ 2 ലോബും കൂടെ എന്ത് ചെയ്യും? ഒന്നിച്ചൊരു ലോബാകും. സോ നെക്സ്റ്റ് ടൈം മുകളിൽ എന്താ വരുന്നത്? ഈ 2 ലോബും കൂടെ ഒന്നിച്ചൊരു ലോബ്. ദാറ്റ് ഇസ് പോസിറ്റീവ്. ഇനിയോ താഴെ ഈ 2 ലോബും കൂടെ ഒന്നിച്ചൊരു ലോബ്. ദാറ്റ്സ് ഓൾ. അതിന്റെ സൈൻ എന്താടാ? നെഗറ്റീവ്. നെഗറ്റീവ്. ദിസ് ഇസ് BMO, ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. ദെൻ AMO ആണെങ്കിൽ ഇതാ ഇങ്ങനൊരു പ്ലെയിനും വരും, ഇങ്ങനൊരു പ്ലെയിനും വരും. പോസിറ്റീവ് നെഗറ്റീവും തമ്മിൽ ഇന്ററാക്ട് ചെയ്യുക. സോ ലോബുകൾ തമ്മിൽ ഇങ്ങനെ കണക്ഷൻസ്. സൈൻ എങ്ങനെയാണ് വരിക? പ്ലസ് മൈനസ് മൈനസ് പ്ലസ്. ഇത് AMO, ഇത് BMO. NCERTയിലെ കെമിക്കൽ ബോണ്ടിങ്ങിലെ ആ ഡയഗ്രം ഒന്ന് എടുത്ത് നോക്കണേ. സോ ഹിയർ എന്താ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്? Pi 2p molecular orbital have low electron density above and below is wrong statement. Low അല്ല, ഹൈ ഇലക്ട്രോൺ ഡെൻസിറ്റി ആണ് BMOയിൽ, above and below. Pi star anti bonding molecular orbital has only one nodal plane. Pi സ്റ്റാറിന് എത്ര നോഡൽ പ്ലെയിൻ ഉണ്ട്? ഇതാ ഒരു പ്ലെയിൻ, സെക്കൻഡ് പ്ലെയിൻ, 2 നോഡൽ പ്ലെയിൻ ഉണ്ട്. സോ അതും തെറ്റാ. 2 സ്റ്റേറ്റ്മെന്റും ഫാൾസ് ആൻഡ് ഓപ്ഷൻ 2 ഈസ് കറക്റ്റ്. സ്റ്റേറ്റ്മെന്റ് 1 and 2 ഫാൾസ്, 1ഉം 2ഉം ഫാൾസ് ആണ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ. ഇത് നമ്മളെ ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അറീൻസ് ഇല്ലടാ. ആ ഹാലോ ആൽക്കെയിൻസിലും ഹാലോ അറീൻസിലുള്ള ആ ടേബിളാണ്. ഓരോന്നിൻ്റെ യൂസസ് ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. CCl4 എന്തായിട്ടാണ് യൂസ് ചെയ്യുക? ഫയർ എക്സ്റ്റിങ്ക്യൂഷറിൽ യൂസ് ചെയ്യുന്നു, 1R ആണ്. നമ്പർ 2 CH2Cl2 എന്തായിട്ടാണ് യൂസ് ചെയ്യുന്നത്? പെയിന്റ് റിമൂവർ ആയിട്ട്. ഫ്രിയോൺസ് എവിടെയാടാ? എയർ കണ്ടീഷണറിലും റെഫ്രിജറേറ്ററിലും. DDT ഡൈക്ലോറോ ഡൈഫിനൈൽ ട്രൈക്ലോറോ ഈഥെയിൻ മീൻസ് ഇൻസെക്ടിസൈഡ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്, നോൺ ബയോഡിഗ്രേഡബിൾ ഇൻസെക്ടിസൈഡ്. ദെൻ ഓപ്ഷൻ 1 ഈസ് കറക്റ്റ്. ഫോർ കോംപ്ലക്സ് 1 and 2 ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. നോക്കണേ, നമ്മളെ NCERTയിലെ വാലൻസ് ബോണ്ട് തിയറിയിലെ 2 എക്സാമ്പിൾസ് ആണ് മക്കളെ. ഞാൻ തൊട്ട് മുന്നേ ഉള്ള ഷിഫ്റ്റ് ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 4 എക്സാമ്പിൾ NCERTയിൽ വാലൻസ് ബോണ്ട് തിയറി ഉള്ളത്. ആ 3ഉം ചോദിച്ചു. ടെക്സ്റ്റ് ബുക്ക് എത്രത്തോളം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനെ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ എന്താടാ? ഇത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഇത് ചെറിയ കുട്ടികൾക്ക് വരെ അറിയുന്ന കാര്യമാണ്. COF6 3- നമുക്കറിയാലോ, ഫ്ലൂറിൻ വീക്ക് ലിഗാൻഡ് ആണ്. ഫ്ലൂറിൻ വീക്ക് ലിഗാൻഡ് ആണ്. അപ്പോൾ CO3+ sp3d2 ഒക്ടാഹെഡ്രൽ പാരാമാഗ്നറ്റിക്. CONH3 ആണെങ്കിലോ NH3 കൊബാൾട്ടിന്റെ കൂടെ ഇവിടെ സ്ട്രോങ് ലിഗാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇത് സ്ട്രോങ് ലിഗാൻഡ് ആണ്, ഇത് വീക്ക് ലിഗാൻഡ് ആണ്. സ്ട്രോങ് ലിഗാൻഡ് വന്നാൽ D2sp3 ഒക്ടാഹെഡ്രൽ ഡയാമാഗ്നറ്റിക്. D2sp3 എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചോ, ഉള്ളിലെ D ആണ്. ഉള്ളിലെ D വന്നാൽ ദാറ്റ് ഇസ് കാൾഡ് ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ്. sp3d2 പുറത്തെ D ആണ്. ഔട്ടർ D വന്നാൽ ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ്. ഉള്ളിലെ D വന്നാൽ ഇന്നർ. അപ്പോൾ 1 ഔട്ടർ 2 ഇന്നർ, 1 ഔട്ടർ 2 ഇന്നർ. സോ ഓപ്ഷൻ 1 ഈസ് കറക്റ്റ്. നെക്സ്റ്റ് വൺ. വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെന്റ് മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്? താഴെ തന്നതിൽ ആരാണ് മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്? മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് എന്താന്ന് ഞാൻ പറഞ്ഞു. കീ ആറ്റത്തിൽ ലോൺ പെയർ ഉണ്ടെങ്കിൽ അത് ഓർത്തോ പാര. കീ ആറ്റത്തിന്റെ തൊട്ടടുത്താണ് ലോൺ പെയർ എങ്കിൽ ദാറ്റ് ഇസ് മെറ്റാ ഡയറക്റ്റിംഗ്. സോ ഹിയർ നമുക്ക് നോക്കാം ഏതാണ് എന്നുള്ളത്. NO2 കീ ആറ്റത്തിൽ ലോൺ പെയർ ഇല്ല, മെറ്റയാണ്. SO3H മെറ്റയാണ്. പക്ഷെ ഇവിടെ ഫിനോള് പറ്റിച്ചു, OH പറ്റിച്ചു. ഇതൊന്നും കുഴപ്പമില്ല കേട്ടോ, അതൊക്കെ കീ ആറ്റത്തിന്റെ തൊട്ടടുത്താണ് ലോൺ പെയർ, അതൊക്കെ മെറ്റയാണ്. പക്ഷെ OH പറ്റിച്ചു, പറ്റില്ല.
സെക്കൻഡിലും CH3 പറ്റില്ല, OH പറ്റില്ല കീ ആറ്റത്തിൽ. ഇത് ഹൈപ്പർ കോൺജുഗേഷൻ. തേർഡ് ഓപ്ഷൻ NO2 ഓക്കെ 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 ഓക്കെ. തേർഡ് ഓപ്ഷൻ ഓൾ ഓഫ് ദ മെറ്റാ ഡയറക്റ്റിംഗ്. കണ്ടില്ലേ? തേർഡ് ഓപ്ഷൻ ഓൾ ഓഫ് ദ മെറ്റാ ഡയറക്റ്റിംഗ്. ദെൻ ഫോർത്ത് ഓപ്ഷനിൽ NH2 ഓർത്തോ പാര, കാരണം കീ ആറ്റത്തിലാണ് ലോൺ പെയർ ഉള്ളത്. സോ ഓപ്ഷൻ 3 ഈസ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ പ്രാക്ടിക്കൽ കെമിസ്ട്രി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആട്ടോ. നിക്കൽ 2+ വിത്ത് DMG ഷോസ് റെഡ് കളർ. നിക്കൽ 2+ വിത്ത് DMG ഈസ് റെഡ് കളർ. നമ്മൾ പറഞ്ഞ കറക്റ്റാണ്. നിക്കൽ 2+ ഡൈമീഥൈൽ ഗ്ലയോക്സിമേറ്റ് ആയിട്ട് റിയാക്ട് ചെയ്ത് ഫോം ചെയ്യുന്ന കോംപ്ലക്സിന് റെഡ് കളറാണ്. ദാറ്റ്സ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. Fe2+ Fe3+ ബോത്ത് ആർ ബ്ലൂ കളേർഡ്. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേടാ. എന്താ കാരണം? Fe2+ ഗ്രീൻ കളറാണ്, Fe3+ യെല്ലോ കളറാണ്. Fe2+ ഗ്രീനും Fe3+ യെല്ലോയും ബോത്ത് ആർ ബ്ലൂ കളേർഡ് എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാട്ടോ. സോ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്, ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഇൻകറക്റ്റ്. ഓപ്ഷൻ 3 ഈസ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, കൺസിഡർ ദ ഫോളോയിങ് റിയാക്ഷൻ, ഐഡന്റിഫൈ എ ആൻഡ് ബി. സിമ്പിൾ ആൻഡ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു കോമ്പൗണ്ട് കിട്ടണമെങ്കിൽ ഇത് ഡബിൾ ബോണ്ട് അല്ലേ? ഈ ഡബിൾ ബോണ്ട് ആവണമെങ്കിൽ അവിടെ എന്താവണം? ട്രിപ്പിൾ ബോണ്ട് ആവണം. അപ്പോൾ ഈ എ എന്ന് പറഞ്ഞ ആളാരായിരിക്കും? CH3C, ട്രിപ്പിൾ ബോണ്ട് C2H5. ഇയാളെ പേരെന്താടാ? നമ്പർ നോക്കിയേ. 1 2 സോറി അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്പർ ചെയ്യണം അല്ലേ? 1 2 3 4 5. പെൻഡ് 2YNE, പെൻഡ് 2YNE. സോ റെഡി. അപ്പോൾ അത് കിട്ടി. A = പെൻഡ് 2YNE. അപ്പോൾ ഈ ഓപ്ഷൻ അല്ല, ഈ ഓപ്ഷനുമല്ല. 3 4 ആവാം. 4ലും പെൻഡ് 2YNE ആണ്. ഓക്കെ. ഇനി ബി എന്താടാ? ബ്യൂട്ട് 2YNEയിലേക്ക് സോഡിയം പ്ലസ് ലിക്വിഡ് അമോണിയ ഹൈഡ്രോജനേഷൻ നടത്തിയാൽ, സോഡിയം പ്ലസ് ലിക്വിഡ് അമോണിയ ആണെങ്കിൽ ദാറ്റ്സ് കോൾഡ് ട്രാൻസ് ആൽക്കീൻ ആണ്. ലിൻലാർ കാറ്റലിസ്റ്റ് ആണെങ്കിൽ സിസ് ആൽക്കീനും, ദെൻ സോഡിയം പ്ലസ് ലിക്വിഡ് അമോണിയ ആണെങ്കിൽ ട്രാൻസ്, അത് ബ്യൂട്ടാണ്. അപ്പോൾ ഇങ്ങനെ മതി, ബ്യൂട്ടാണ്. ട്രാൻസ് ആയിരിക്കും കിട്ടുക കേട്ടോ, ട്രാൻസ് ആയിരിക്കും. സോ ഓപ്ഷൻ 3 ഈസ് കറക്റ്റ്. ഓപ്ഷൻ 3 ഈസ് ദ കറക്റ്റ് ആൻസർ. റൈറ്റ്. നെക്സ്റ്റ്, SiO2 GeO2 ആർ അസിഡിക്. ശരിയാ, SiO2 GeO2 അസിഡിക് ആണ്. SNO PbOr ആംഫോട്ടറിക്. ഗ്രൂപ്പ് 13 ഓക്സൈഡിന്റെ കൺസിഡറേഷൻ, ഓക്സൈഡിന്റെ നേച്ചർ പറയുമ്പോൾ കറക്റ്റ് നമ്മൾ പറഞ്ഞതാണ്. CO2 SiO2 GeO2 acidic, others are amphoteric, no basic oxide in group 14. Allotropes of carbon are formed due to catenation and d-pi bond alla ട്ടോ. d-pi bond അല്ല. സോ allotrope is due to p-pi bond എന്ന് പറയാം. കാർബണിന് d-pi ബോണ്ട് ഫോം ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല. അതുകൊണ്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്, ബട്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഇൻകറക്റ്റ്. ഓപ്ഷൻ 3 ഈസ് കറക്റ്റ് ആൻസർ. ഓക്കെ. ദ നെക്സ്റ്റ് വൺ, ഇൻ P and D block both metals and non-metals are present. തെറ്റല്ലേ? ഡിയിൽ നോൺ മെറ്റൽസ് ഒന്നുമില്ല, ഡിയിൽ കംപ്ലീറ്റ് മെറ്റൽസ് ആ. ഇൻ P ബ്ലോക്ക് ആണെങ്കിൽ ശരി, P ബ്ലോക്കിൽ മെറ്റലും നോൺ മെറ്റലും ഉണ്ട്, ബട്ട് ഡി ബ്ലോക്കിൽ മെറ്റൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ല. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഇൻകറക്റ്റ്. സെക്കൻഡ്, ഇലക്ട്രോനെഗറ്റിവിറ്റി ആൻഡ് അയോണൈസേഷൻ എൻതാൽപ്പി ഓഫ് മെറ്റൽ ഗ്രേറ്റർ ദാൻ നോൺ മെറ്റൽ. അതും തെറ്റല്ലേ? അയോണൈസേഷൻ എൻതാൽപ്പി ആവട്ടെ, ഇലക്ട്രോനെഗറ്റിവിറ്റി ആവട്ടെ, മെറ്റലിനേക്കാളും കൂടുതൽ നോൺ മെറ്റൽസിനാണ്. അയണൈസേഷൻ എൻതാൽപ്പിയും ഇലക്ട്രോനെഗറ്റിവിറ്റി ഒക്കെ നോൺ മെറ്റലിനാണ്, മെറ്റലിനേക്കാളും കൂടുതൽ. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇൻകറക്റ്റ്. ഓപ്ഷൻ 2. നെക്സ്റ്റ്,
മാച്ച് ദ ഫോളോയിങ് മാച്ച് ചെയ്ത് നോക്കാം നമുക്ക്. ഒന്ന്, ഫിനോൾ പ്ലസ് ക്ലോറോഫോം പ്ലസ് NaOH. എത്ര ടൈംസ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു എന്നറിയോ? ഈ ഒരു JEE 2024 സെഷൻ 1 മിനിമം ഒരു 5 പ്രാവശ്യമെങ്കിലും ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് റെയ്മർ-ടീമൻ റിയാക്ഷൻസ്. മിനിമം ഒരു 5 പ്രാവശ്യം നിങ്ങളെ പേപ്പറിലുണ്ട്. സോ ഞാൻ പറയേണ്ട ആവശ്യമില്ല ഏതാ പ്രോഡക്റ്റ്. സോ ആൽഡിഹൈഡ്സ് ആണ്. ഓക്കെ, A4 ആണ്. A4 ഒരേ ഒരു ഓപ്ഷൻ ഇവിടെ ഉള്ളൂ. A4 ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. ദാറ്റ് ഈസ് ഓപ്ഷൻ 3. ആൻസർ കിട്ടി. 3 മാത്രമല്ലേ A4 ഉള്ളൂ. സോ കറക്റ്റ്. ബാക്കിയൂടെ നമുക്ക് നോക്കാം. ഫിനോളിന് സിങ്ക് ചേർത്ത് ഹീറ്റ് ചെയ്താൽ ബെൻസീൻ. കോൺസെൻട്രേറ്റഡ് HNO3 ആഡ് ചെയ്താൽ പിക്രിക് ആസിഡ്. കാർബൺ ഡൈ ഓക്സൈഡ് ഇതേതാ റിയാക്ഷൻ ഇടാ? ദിസ് ഇസ് കാൾഡ് കോബ് റിയാക്ഷന്റെ പ്രോഡക്റ്റ് കാർബോക്സിലിക് ആസിഡ്. സോ ഓപ്ഷൻ 3 is correct. Clear? The next one. 10 ml hydrocarbon combustion. 10 ml hydrocarbon on combustion give 40 ml carbon dioxide and 50 ml water. Calculate X plus Y. Xും Yയും കാണണം. ഒരു ഗ്യാസ് CXHY ആണ്. കമ്പഷൻ നടത്തുമ്പം X plus Y/4O2 gives X carbon dioxide, Y/2 water. Right. So ഇവിടെ X കിട്ടി. X എന്ന് പറഞ്ഞാൽ എത്രയാ? 40. അപ്പൊ X എന്ന് പറഞ്ഞാൽ 40. Y/2 Y എത്രയാടാ? Y/2 50. Y/2 50. Y/2 50 ആണെങ്കിൽ Y എത്ര? 10. സോറി 100. സോ റേഷ്യോ 40:100. സിമ്പിൾ റേഷ്യോ 4:10, where X is equal to 4 and Y equal to 10, where X plus Y equal to 10 plus 4, that is 14. റെഡി അല്ലേ? സോ ഇത് പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇതല്ലെങ്കിലും ഇതേ കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ട് പ്രീവിയസ് ഇയർ JEE ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആവശ്യം X plus Y എത്രയെന്ന് കിട്ടി. ഹിയർ X plus Y equal to 14. Yes, the next question. When electron transition from second to first orbit takes place. സെക്കൻഡിൽ നിന്ന് ഒന്നിലേക്ക് ഇലക്ട്രോൺ ട്രാൻസിഷൻ നടത്തുന്നത് കേട്ടോ. ഫ്രീക്വൻസി ഓഫ് ഫോട്ടോൺ എമിറ്റഡ്. ഫ്രീക്വൻസി റെഡി 3 × 10⁻15 ഹെർട്സ് ആണ്. ദ ഫ്രീക്വൻസി ഓഫ് ഫോട്ടോൺ എമിറ്റഡ് വെൻ ഇലക്ട്രോൺ ട്രാൻസിഷൻ ഫ്രം തേർഡ് ടു ഫസ്റ്റ്. അങ്ങനെയാണ് തേർഡ് ടു ഫസ്റ്റിലാണെങ്കിൽ എന്താണ് ട്രാൻസിഷൻ? ക്രോസ് ചെയ്ത് കട്ട് ചെയ്ത് പോവാം. ആദ്യം തന്നത് തേർഡ് ടു ഫസ്റ്റ് നമുക്ക് കാണണം. നമുക്ക് തന്നത് സെക്കൻഡ് ടു ഫസ്റ്റ് ആണ്. ഇക്വേഷൻ എഴുതാം. എന്താണ് ഇക്വേഷൻ? ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ. ഫ്രീക്വൻസി ഈസ് ഡയറക്ട്ലി ഈസ് ഈക്വൽ ടു h nu എന്നാണ്. ഇപ്പൊ ന്യൂസ് ഈക്വൽ ടു E/h ആണ്. H കോമൺ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ ഈ കാണാനുള്ള ഇക്വേഷൻ കൊടുത്താൽ മതി. ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ഇൻറ്റു പറഞ്ഞ് മനസ്സിലാക്കിയ കോൺസ്റ്റന്റ് ഇൻറ്റു. അപ്പോൾ ഇവിടെ ഈസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതി. വെർ ഈസ് ഈക്വൽ ടു h ക്യാൻസൽ ആയി പോയിട്ടോ. വെർ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു 1/n1² minus 1/n2². ഓക്കെ, then into z²ഉം കോമൺലി ക്യാൻസൽ ആകും. കോൺസ്റ്റന്റും കോമൺലി ക്യാൻസൽ ആകും. പിന്നെ ആര് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ? ദാറ്റ് ഇസ് 1/n1² minus 1/n2² divided by 1 minus n1² divided by 1 minus n2². All of them completely cancelled. ഇത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഒന്നുകൂടെ പറഞ്ഞ് മനസ്സിലായോ? ഈസ് ഈക്വൽ ടു h nu, വെർ ന്യൂസ് ഈക്വൽ ടു E/h. E/h ക്യാൻസൽ ആയി. അപ്പൊ E/E കിട്ടും. ഈയുടെ ഇക്വേഷൻ എന്താടാ? ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ഇൻറ്റു 1/n1² minus 1/n2² into z² ക്യാൻസൽ ആകും. സോ നമുക്ക് ഇവിടെ ആര് മാത്രം മതി? ഫൈനലി ഈ ഒരു ടേംസ് മാത്രം മതി. ഇത് നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ന്യൂ 3:1 ആണ് കാണേണ്ടത്. ന്യൂ 3:1 ഈക്വൽ ടു ന്യൂ 2:1 തന്നിട്ടുണ്ട്. എത്ര തന്നത്? അതിന്റെ ഫ്രീക്വൻസി
2 to 1 frequency 3 into 10 raised to 15. 3 into 10 raised to 15 into 1 by 1 square 1 by 1 square 1 1 minus n2 square എത്ര 1 by n2 square 3 to 1 ആണ് ഞാൻ ചെയ്തത് അല്ലേ 3 to 1 ചെയ്താൽ 3 ആണ് അല്ലേ അവിടെ 1 minus 1 by 9 divided by 1 minus 1 by 4 1 minus 1 by 9 എത്രയാടാ 1 minus 1 by 9 that is 8 by 9 1 minus 1 by 4 that is 3 by 4 8 by 9 by 3 by 4 എത്രയായി 8 by 9 by 3 by 4 8 by 9 into 4 by 3 വരും so 8 36 36 32 by 27 8 4 32 9 3 27 32 by 27 so here answer is 3 into 10 raised to 15 into 32 32 by 27 സി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 9 കിട്ടും 32 by 9 into 10 raised to 15 32 by 9 എത്രയാണ് 3.5 32 by 9 is approximately 3.5 so answer is 3.5 into x ആണ് പറഞ്ഞത് 3.5 into 10 raised to 15 heads this is the answer 3.5 into 10 raised to 15 heads is the correct answer ചെയ്തത് മനസ്സിലാണോ കറക്റ്റ് ആണ് ചെയ്തത് ഞാൻ കട്ട് ചെയ്ത് ഇക്വേഷനൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് നേരെ ആൻസറിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത് കേട്ടോ ഈസ് ഈക്വൾ ടു എച്ച് ന്യൂ ന്യൂസ് ഈക്വൾ ടു ഇ ബൈ എച്ച് എച്ച് ക്യാൻസൽ ആയി ദെൻ ഇയുടെ കോൺസ്റ്റന്റ് ക്യാൻസൽ ആവും ഫൈനലി 1 by n1 square minus 1 by n2 square divided by 1 by n1 square minus 1 by n2 square right next problem ethylene glycol of x kilogram mixed with 18.6 kilogram of solvent depression freezing point takes place calculate the value of x depression of freezing point takes place calculate the value of x kf തന്നിട്ടുണ്ട് 24 degree ആണ് സോ നമ്മൾ ഇക്വേഷൻ ഡെൽറ്റ ടി എഫ് is equal to I into kf into മൊളാലിറ്റിനെ W2 into 1000 by M2 into W1 in gram ഇതാണ് ഡെൽറ്റ ടി എഫിൻ്റെ നോർമൽ എൻ സി ആർ ടിയിൽ തന്ന ഇക്വേഷൻസ് ഇത് വെച്ച് ഞാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോ ഡെൽറ്റ ടി എഫ് എത്ര 24 ഈക്വൽ ടു ഐ വാല്യൂ 1 ആണ് കെ എഫ് 1.6 ആണ് W2 ആണ് കാണേണ്ടത് W2 ഇൻറ്റു ഓക്കെ W2 ഇൻറ്റു 1000 വേണ്ട കാരണം കിലോഗ്രാമിലാണ് കംപ്ലീറ്റ് ഡിവൈഡ് ബൈ W2 ഡിവൈഡ് ബൈ M2 തന്നിട്ടുണ്ട് എത്തിലീൻ ഗ്ലൈക്കോൾ ആണ് M2 62 ആണ് ദെൻ W1 ഇൻ കിലോഗ്രാം ആണ് W1 എത്ര തന്നത് 18.6 ആണ് ഓക്കെ ഓൾ ഓഫ് ദം വാല്യൂസ് ഒക്കെ ഡയറക്റ്റ് ആണ് സോ W2 കാൽക്കുലേറ്റ് ചെയ്യുക 24 ഇൻറ്റു 62 ഇൻറ്റു 18.6 ബൈ 1.6 24 ഇൻറ്റു 62 അല്ല 62 കിലോഗ്രാമിലാണ് അത് ഗ്രാമിലേക്ക് മാറ്റണപ്പോൾ 0.6 അപ്പോൾ എത്രയായി ഒരു 10 raised to -3 ഇവിടെ മുകളിൽ വേണം സോ ഹിയർ 24 ഇൻറ്റു 0.62 ഇൻറ്റു 1.86 ഡിവൈഡഡ് ബൈ 1.6 ready so approximately answer 1.8 ഉം 16 32 okay then cancel ചെയ്താൽ 1.8 ഉം 1.6 ഉം cancel ചെയ്താൽ ഇവിടെ എത്രയായി 9 ഉം 8 ഉം ആയി so 24 8 ഉം cancel ചെയ്താൽ 3 ആയി 27 6 17 that is approximately 17 kilogram വരും approximately 17 kilogram ഒന്ന് ക്രോസ് ചെയ്ത് നോക്ക് സോ അപ്രോക്സിമേറ്റ്ലി 17 കിലോഗ്രാം ഗ്രാമുകളൊക്കെ നിങ്ങൾ എന്തിലേക്ക് മാറ്റണം
കിലോഗ്രാമിലേക്ക് മാറ്റണം. ആൻസർ വാല്യൂ ഓഫ് എക്സ് കിലോഗ്രാമിലാണ് ചോദിച്ചത്. അപ്പം എല്ലാം കിലോഗ്രാമിലേക്ക് മാറ്റിയാൽ ഷാർപ്പ് ആൻസർ കിട്ടും. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, എ ഗീവ്സ് 2b plus c. A gives 2b plus c. Right. Following data 1 0 2 0. രണ്ട് ടൈം തന്നിട്ടുണ്ട്, ടോട്ടൽ പ്രഷറും തന്നിട്ടുണ്ട്. ദ വാല്യൂ ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ആണ് ചോദ്യം. ദ വാല്യൂ ഓഫ് റേറ്റ് കോൺസ്റ്റന്റ്, ദ വാല്യൂ ഓഫ് 100x ആണ്. റേറ്റ് കോൺസ്റ്റന്റ് എങ്ങനെ കാണാം? സോ ഹിയർ എ ഗീവ്സ് 2b plus c. ഇനീഷ്യൽ പ്രഷർ 1 0 0. 1 minus x 2x x. ഓക്കെ, അപ്പോൾ ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ഇത് കൂട്ടല്ലേ, ഇതെല്ലാം കൂടെ കൂട്ടി. അപ്പോൾ എത്ര കിട്ടി? 1 minus x plus 2x plus x, that is 1 plus 2x. 1 plus 2x is equal to 0.28. ഇതല്ലേടാ ടോട്ടൽ പ്രഷർ. ആ ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ 0.1 plus 2x ആണ്. 0.1 plus 2x is equal to 0.28, where x is equal to, അപ്പോൾ x എത്ര കിട്ടി? x is equal to 0.28. 2x അവിടെ വെക്ക്, ഇത് അങ്ങോട്ട് പോയ എത്രയായി? 0.18. 0.18 by 2, that is 0.09. ക്ലിയർ? x 0.09 കിട്ടി. x 0.09 കിട്ടി. ഇനി നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാം? ഓക്കെ, നമ്മൾ നോർമൽ ഇക്വേഷൻ k is equal to 2.303 by, എന്താ ചോദിച്ചത്? ദ വാല്യൂ ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് അല്ലേ, where k equal to 2.303 by t. t എത്ര? 115 log pi 0.1 by pi minus x. pi minus x. pi minus x എത്ര? pi minus x ഏതാണ്? pi by pi minus x. അങ്ങനല്ലേ നമ്മൾ ഇക്വേഷൻ. pi minus x എത്ര? pi 0.1. pi minus x ഓ? pi minus x is equal to 0.1 minus 0.09. That is 0.01. Clear? So answer ആയി 2.303 by 115 into log 10 by 1. Log 10, that is 1. Log 10, that is 1. Clear? ആൻസർ ആയില്ലടാ. എന്താ കിട്ടുന്നത്? x is equal to 2.303 by 115. 230 by 115 അല്ലേ? 230 by 115 എത്ര? 2. 2 into 10 raised to minus 2 ആണ്. അതാണ് x. 2 into 10 raised to minus 2. അപ്പോൾ 100x എന്ന് പറഞ്ഞാൽ എത്രയാടാ? 100x is equal to 2. So here option, here the value is 2. ഒന്നും കൂടെ നമ്മളെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഓഫ് ഫസ്റ്റ് ഓർഡർ പഠിക്കുക. k equal to 2.303 by t log pi by pi minus x. pi by pi minus x. pi നമ്മൾ കണ്ടു. pi മൈനസ് എക്സ് കാണാൻ എക്സിനെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ എക്സും കിട്ടി, പിയും കിട്ടി, pi മൈനസ് എക്സും കിട്ടി, കംപ്ലീറ്റ് കിട്ടി. ദെൻ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഡയറക്റ്റ് ആൻസർ. ദ നെക്സ്റ്റ്, കൺസിഡർ ദ ഫോളോയിങ് റിയാക്ഷൻസ്. നോക്കൂട്ടോ, കൺസിഡർ ദ ഫോളോയിങ് റിയാക്ഷൻസ്. പ്രൊഡക്റ്റ് മിക്സർ കൺസിസ്റ്റ് ഓഫ് ഹൗ മെനി ഐസോമേഴ്സ്? ഇവിടെ എത്ര ഐസോമേഴ്സ് ഉണ്ട്? ഇത് ക്ലോറിനേഷൻ ആണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ക്ലോറിനേഷനിൽ എത്ര മോണോക്ലോറോ പ്രോഡക്റ്റ് കിട്ടുമെന്നാണ് ചോദ്യം. നോക്കാം. ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതിയാലോ, 1 2 3 ഇങ്ങനെ എഴുതാം. സോ ഞാൻ ഇങ്ങനെ എഴുതി. ഇതിലെവിടെയൊക്കെ മോണോക്ലോറോ പ്രോഡക്റ്റ് വരാം? ഇതാ ഈ വരുന്നതും നോക്കണേ, ഇതാ ഇവിടെയും ഇവിടെയും സെയിം അല്ലേ ഒരു പ്രോഡക്റ്റ്. യെല്ലോ ഉള്ളിടത്തൊരു പ്രോഡക്റ്റ്, ഇതാ രണ്ടാമത്തെ പ്രോഡക്റ്റ്, ഇതാ മൂന്നാമത്തെ പ്രോഡക്റ്റ്, ഇതാ നാലാമത്തെ പ്രോഡക്റ്റ്. 4 പ്രോഡക്റ്റ് കിട്ടും. 4 മോണോക്ലോറോ പ്രോഡക്റ്റ് കിട്ടും. ആ 4 മോണോക്ലോറോ പ്രോഡക്റ്റിൽ ഇനി അസിമെട്രിക് കാർബൺ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഏതിലെങ്കിലും അസിമെട്രിക് കാർബൺ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഇതിൽ ഒന്നാമത്തെ പ്രോഡക്റ്റ് എങ്ങനെ എഴുതി? Cl. പിന്നെ ഇങ്ങനെ എഴുതാം, ഒന്നാമത്തെ പ്രോഡക്റ്റ് ഫസ്റ്റ് വൺ. ഇതിൽ അസിമെട്രിക് കാർബൺ ഇല്ല. രണ്ടാമത്തത്, സോ
ഇത് അസിമെട്രിക് കാർബണാ, ഇയാൾ അസിമെട്രിക് കാർബണാ. അപ്പൊ ഇത് രണ്ടെണ്ണം ഉണ്ടാകും, ഡെക്സ്ട്രോയും ഉണ്ട് ലീവോയും ഉണ്ട്. മുന്നോട്ട് പോവാം. 3. സോ നോക്കിയേ, ഇവിടെ ഒരു ക്ലോറിൻ കയറി, ഇതും അസിമെട്രിക് കാർബണാ. അപ്പൊ അതാ ഇവിടെയും രണ്ടെണ്ണം, ഡെക്സ്ട്രോയും ഉണ്ട് ലീവോയും ഉണ്ട്. പിന്നെ ഈ ഫൈനൽ എൻഡ് ആണെങ്കിൽ ഒരു പ്രശ്നമില്ല. സോ ഹിയർ ക്ലോറിൻ കയറിയാൽ ഇതിൽ അസിമെട്രിക് കാർബൺ ഇല്ല. അപ്പൊ അസിമെട്രിക് കാർബൺ ഉള്ള 2 കേസ് ഉണ്ട്. അപ്പൊ ഇവിടെ ഇത് ഡെക്സ്ട്രോ ലീവോ, ഇത് ഡെക്സ്ട്രോ ലീവോ, ഇത് ഡെക്സ്ട്രോ ലീവോ, ഡെക്സ്ട്രോ ലീവോ, ഇതൊരെണ്ണം ഇതൊരെണ്ണം, ടോട്ടൽ 6 എണ്ണം. സോ അവർ ആൻസർ ഈസ് 6. എത്ര നമ്പറാന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനുള്ളത് 6 എണ്ണം ഉണ്ടാകും. 6 എണ്ണം, 4 എണ്ണം നോക്കുക, പിന്നെ 2 എണ്ണം ഒപ്റ്റിക്കൽ ഐസോമേഴ്സ്. ഒന്ന് ഡെക്സ്ട്രോ ആണെങ്കിൽ അതിന് ലീവോയും ഉണ്ടാകും. സോ തിരിച്ചിങ്ങോട്ടും വരാം. ദാറ്റ്സ് നെക്സ്റ്റ് വൺ. Find out the charge in coulomb required for electrolysis of 1 mole H2O to O2. H2O ആദ്യം നിങ്ങൾ ഈ ബേസിക് ഇക്വേഷൻ നോക്കണം കേട്ടോ. H2O 1 മോൾ H2O എന്ന് നമുക്ക് 1/2 മോൾ O2 കിട്ടുള്ളൂ. ദാറ്റ്സ് ബേസിക് ഡാറ്റ. 1 മോൾ H2O എടുത്താൽ നിങ്ങൾക്ക് 1/2 മോൾ O2 കിട്ടുള്ളൂ. ക്ലിയർ? ദാറ്റ്സ് ഓൾ. അപ്പോൾ 1/2 മോൾ O2ന് എത്ര ഫാരഡേ വേണമെന്നാ? സോ നോക്കൂ, ഒരു ഓക്സിജന് 2- ആണ്, 2 ഫാരഡേ ആണ് ആവശ്യം. 2- ആയതുകൊണ്ട് കേട്ടോ, ഇത് ഇത് 2- ആയതുകൊണ്ട്, ഇത് 2- ആയതുകൊണ്ട് 2 ഫാരഡേ ആണ് ആവശ്യം ടു ഗെറ്റ് 1/2 O2. 1/2 O2 കിട്ടാൻ എനിക്ക് വേണ്ടത് 2 ഫാരഡേ. 2 ഫാരഡേ എന്ന് പറഞ്ഞാൽ 2 × 96500 coulombs. That is 19300 coulombs. This is the correct answer. 19300 coulombs. ആൻസർ കിട്ടി. ക്ലിയർ അല്ലേ? ഫൈൻഡ് ഔട്ട് ദ ചാർജ് ഇൻ കൂളും റിക്വയർഡ് ഇലക്ട്രോലൈസിസ് ഓഫ് 1 മോൾ വാട്ടർ. 1 മോൾ വാട്ടറിന് 1/2 O2. ഒരു O2 1/2 O2 ഉണ്ടാകാൻ 2 ഫാരഡേ വേണം. ഒരു O2- ആണ് 1/2 O2 ആവുക. ഒരു O2 ഉണ്ടാവാൻ 4 ഫാരഡേയും വേണം. ഓക്കെ, റൈറ്റ്. നെക്സ്റ്റ് വൺ ബയോമോളിക്യൂളർ ക്വസ്റ്റ്യൻസ് ആണ്. നമ്പർ ഓഫ് നോൺ സൈക്ലിക് ട്രൈപെപ്റ്റൈഡ് ഫോംഡ് ബൈ യൂസിങ് 3 അമിനോ ആസിഡ് വിത്തൗട്ട് റിപ്പീറ്റിംഗ് ദം. ഈ 3 അമിനോ ആസിഡിനെ ABC എന്നങ്ങോട്ട് വിളിച്ചേ. നമുക്ക് എങ്ങനെയൊക്കെ വരക്കാം റിപ്പീറ്റ് ചെയ്യാതെ? ഫസ്റ്റ് ABC, യെസ്. സെക്കൻഡ് നമുക്ക് ഇനി എങ്ങനെ വരക്കാം? ACB. തേർഡ് എങ്ങനെ വരക്കാം? BAC. നെക്സ്റ്റ് എങ്ങനെ വരക്കാം? BCA. ഇനി പോസിബിലിറ്റി ഉണ്ടോ? CAB വരക്കാം. ഇനിയോ CBA. ടോട്ടൽ 6 പോസിബിലിറ്റീസ്. റൈറ്റ്, ടോട്ടൽ 6 പോസിബിലിറ്റീസ് ആണുള്ളത്. സോ റൈറ്റ്, ദെൻ ഫൈനലി 6. The next one. In equilibrium reaction, A to B gives A to B at 300 Kelvin. Equilibrium constant K value 10 ആണ്. ഡെൽറ്റ G എത്രയാണ്? ഡയറക്റ്റ് അല്ലേ? നമുക്ക് എന്താ ഇക്വേഷൻ? ഡെൽറ്റ G0 is equal to -2.303 RT log K. അപ്പോൾ -2.303. ആറിൻ്റെ വാല്യൂ എത്രയാടാ? ആറിൻ്റെ വാല്യൂ കിലോ ജൂളിലാണ്. 25/3 × 10⁻³ ഇൻറ്റു ടെമ്പറേച്ചർ എത്രയാ? 300 × log10. log10 ഈസ് ചേഞ്ചസ് ടു 1. ഈ പോർഷൻ log10 ആണ്. log10 എത്രയായിട്ട് പോയടാ? log10 1 ആയിട്ട് പോയി. log10 = 1. ദെൻ ഹിയർ 3 ക്യാൻസലായി, 100 ക്യാൻസലായി, 10⁻⁻1. സോ ഫൈനൽ ആൻസർ എത്രയാടാ? 2.3 × 2.5. 25 × 2.303 അല്ലേ? 25 × 2.3, അതായത് -2.3 × 2.5 വരും. നമുക്ക് എങ്ങനെ എഴുതാം? 23 × 2.5 എന്ന് എഴുതാം. 23 × 2.5 എത്ര? 57. സോ ഹിയർ 57 × 10⁻⁻1.
ഞാൻ -1 മാറ്റിയിട്ടാട്ടെ എഴുതിയത്, ഞാൻ അവിടെ ഇട്ടിട്ടില്ല എന്നുള്ളൂ. ഇവിടെ -1 ആൻസർ വേണ്ടത്. സോ 5.7 ആൻസർ കിട്ടും. സോ നമ്മൾ ആൻസർ എത്ര വരുന്നത്? 57 × 10⁻⁻1. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് ഓവറോൾ ആയിട്ട് കഴിഞ്ഞു കേട്ടോ. ഇതാണ് കുറച്ചും കൂടെ പ്രോബ്ലം ഉണ്ട്, ഫിസിക്കൽ കെമിസ്ട്രി ഉണ്ട്. കുറച്ചും കൂടെ ഫിസിക്കൽ കെമിസ്ട്രി ഉള്ള പേപ്പറാണിത്, കുഴപ്പമില്ലാത്ത പേപ്പറാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, റൈറ്റ്, താങ്ക് യു.